അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ. നമുക്ക് ചോറിനും അല്ലാതെ നമുക്ക് പലഹാരങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ കടുകും ഉലുവയാണ് പൊട്ടിക്കാൻ വേണ്ടി ഇടുന്നത്. അത് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും. അതൊന്ന് പൊട്ടി വന്നതിൻ്റെ ശേഷം നമുക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് സവാള എടുക്കാം. ചെറിയ ഉള്ളിയാണ് ഒന്നും കൂടി നമുക്കിതിലേക്ക് ടേസ്റ്റ് വരിക. അതിൻ്റെ ശേഷം ഞാൻ ഒരു കൈപ്പിടി നിറയുള്ള ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ, ചെറിയ ഉള്ളി. അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ഈ നാടൻ കറികൾക്കൊക്കെ ചെറിയ ഉള്ളിയും അതേപോലെ വെളിച്ചെണ്ണയൊക്കെയാണ് നമുക്ക് ടേസ്റ്റ് വരിക. ഇനി ഒന്ന് നന്നായി വഴറ്റിയതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂണ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് വഴന്നതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് ഞാൻ നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 ഉള്ളി ഞാനവിടെ വേറെ മാറ്റി വെച്ചത് ഞാൻ ലാസ്റ്റ് നമുക്കൊന്ന് വറവിടാൻ വേണ്ടിയിട്ടാണ്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ബ്രൗൺ കളറാവും വേണ്ട, എന്നാൽ ചെറുതായിട്ടൊരു ലൈറ്റ് ഇങ്ങനെ കളർ മാറി വരുന്ന സമയത്താണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. അതിങ്ങനെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നത് കാണില്ല. അപ്പോൾ ആ സമയത്താണ് ഇനി നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനതിലേക്ക് ആവശ്യമുള്ള പൊടികൾ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ മസാല പൗഡർ എടുത്ത് വെക്കുന്നത് 2 ടീസ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 3 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ ഞാനിവിടെ വലിയ തക്കാളിയാണ്, 1 തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ്, ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മുളക് ഞാനൊരു 4 എണ്ണമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് ഒരു 2 എണ്ണം ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കറിയൊക്കെ ഓഫാക്കിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ നമുക്ക് ആ മുളകിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ലാസ്റ്റാണ് പിന്നെ 2 എണ്ണം ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒക്കെ ഒന്ന് വഴന്ന് നല്ലോണം വരണം. ആ തക്കാളിൻ്റെ എന്താ പറയുക, തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് നന്നായിട്ടൊന്ന് സ്മൂത്തായി വരണം. അപ്പോഴാണ് നമ്മളിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി 2 വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. പൊടികളെ പച്ചച്ചുവ മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നത്. നമുക്കത് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയും മുളകൊക്കെ നമുക്ക് അവനാൻ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി. മുളക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 1 മുളക് ഇട്ടാൽ മതി. പിന്നെ ലാസ്റ്റ് 1 മുളക് ഇട്ടാൽ മതി. കറി ഓഫാക്കുമ്പോൾ 1 മുളക് ഇട്ട് കൊടുത്താൽ മതി. അതേമാതിരി മുളക് പൊടി തന്നെ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. കാശ്മീരി പിന്നെ എരിവ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ചില പുളി നല്ല പുളി ഉണ്ടാവും, ചിലത് അതിന് വേണ്ടിയിട്ട് അത്ര പുളി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ അത്ര പുളി ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഞാനൊരു കുറച്ചേ ഒഴിച്ച് കൊടുക്കണുള്ളൂ നോക്കിയിട്ട്. പിന്നെയാണ് ഞാൻ ബാക്കിയുള്ളത് ഫുള്ള് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇതിലേക്ക് വെള്ളം അപ്പുറത്ത് ഗ്യാസ് സ്റ്റൗവിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 1 കപ്പ് വെള്ളമാണ് ഞാൻ അതിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ തിളച്ച വെള്ളം ഒഴിക്കണം വെച്ചിട്ട് അങ്ങനെ വേണമെന്നില്ല, പച്ചവെള്ളം ഒഴിച്ചാലും മതി. ഞാൻ പെട്ടെന്ന് കറിയാവാൻ വേണ്ടിയിട്ടാണ്
ഗ്യാസ് സ്റ്റൗവിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു 10 മിനിറ്റ് മതി ഈ കറി വേവിച്ചെടുക്കാൻ. ചെമ്മീൻ മാത്രമല്ല കേട്ടോ, നമുക്ക് വേറെ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇതേപോലെ തന്നെ കറി വെക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. കണ്ട എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നു. അങ്ങനെ ആയി വരണം. ഒന്ന് കറി കുറുകിയിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോഴാണ് ഞാൻ ചെറിയ ബൗളിന് ഒരു ബൗൾ ചെമ്മീനാണ് കേട്ടോ, ഒരു 250 ഗ്രാം ഉണ്ടാവും. അതിൻ്റെ പകുതി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1/2 കിലോന് വാങ്ങിയതായിരുന്നു. ഒരു 250 ഗ്രാം ചെമ്മീനാണിത്. ചെമ്മീൻ പിന്നെ വല്ലാതെ വേവില്ല, ഒരു 5 മിനിറ്റ് തിളച്ചാൽ മതി. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ, 2 കയ്യിൽ എന്താ പറയുക, വലിയ സ്പൂണിന് 2 സ്പൂണായിരിക്കും അത്ര തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. കുറേ തേങ്ങ അരച്ചാൽ കറിക്ക് മധുരം വരും. ഈ തേങ്ങ വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് വറവിട്ടിട്ട് നമുക്ക് കറി യൂസ് ചെയ്യാം. ഞാനൊരു ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട്. വല്ലാണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല. ഒന്ന് മിക്സി ഒന്നിങ്ങനെ എന്താ പറയുക, വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സി ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വല്ലാണ്ട് വെള്ളം ഒഴിച്ചാൽ കറി വെള്ളമായി പോകും. തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഒഴിക്കാതെ തന്നെ നമുക്ക്, ഞാൻ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ 2 ഉള്ളി വറവിട്ടിട്ട് നമുക്ക് അങ്ങനെയും കറി യൂസ് ചെയ്യാം. തേങ്ങ ഒഴിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റാണ്. എത്രയേ ഉള്ളൂ കേട്ടോ കറി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. പറഞ്ഞല്ലോ, ലാസ്റ്റാണ് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പറയാൻ മറന്നുപോയിട്ടോ, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ, നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം. പിന്നെ ഞാൻ 2 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, 2 ഉള്ളി മതി. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചെറിയ ഉള്ളിയും കരിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്തിടാം. ഒന്ന് വറവ് ചെയ്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതില്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി അതല്ല പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എങ്ങനെ വെച്ചാലും ഈ കറി നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് നിങ്ങൾ. പിന്നെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ വരണം കേട്ടോ. ഉള്ളി നല്ലോണം എന്താ പറയുക ഗോൾഡൻ കളറായാൽ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൈ തട്ടിയതാണ്, അങ്ങനെ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വേറെയും കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ.